നെയ്യാറ്റിൻകരയിലെ ഗോപൻ മേസ്തിരി അല്ല ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് ഞാൻ കുറേ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തു. ചില പോയിന്റ്സ് ഒക്കെ ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കട്ടെ. ഈ സമാധിക്ക് ഒരുപാട് ലോക റെക്കോർഡുകളുണ്ട്. ഗിന്നസ് ബുക്കുകാരൊക്കെ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞവർ അവർ നാളെ ആ സ്ഥലം സന്ദർശിക്കുന്നതായിരിക്കും. എൻ്റെ ഒബ്സർവേഷൻസ് ഇതൊക്കെയാണ്. ആന്തരിക അവയവങ്ങളൊന്നും ഇല്ലാതെ സമാധി അടഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് ലോകത്തിലെ. അതായത് മൊത്തം ഡോക്ടർമാർ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തവർ. തലച്ചോറില്ലാത്ത ആദ്യത്തെ സമാധി, ശരിയല്ലേ? ആദ്യത്തെ ഡബിൾ സമാധി, അതായത് ഒരാഴ്ച മുമ്പ് ഒന്ന് സമാധി അടഞ്ഞു, പിന്നെ എഴുന്നേറ്റ് വന്നു, വെറുതെ എഴുന്നേറ്റേ, അത് കഴിഞ്ഞിട്ടേ ഇന്ന് വീണ്ടും സമാധിയായി. 15-ലധികം ചാനലുകൾ ലൈവ് ടെലികാസ്റ്റ് നടത്തിയ സമാധി. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ? മൈക്കൽ ജാക്സൺ മരിച്ചപ്പോൾ പോലും ഇത്രയും ചാനലുകാരില്ലായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആദ്യത്തെ സമാധി. ഏതെങ്കിലും ഡോക്ടർമാർ, ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ ഈ സമാധിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത ചരിത്രമുണ്ടോ? രഹസ്യമായിട്ട് ആദ്യത്തെ സമാധി, പിന്നെ പരസ്യമായിട്ട് ആദ്യത്തെ സമാധി, ലൈവ് ടെലികാസ്റ്റോട് കൂടി. അതിനും വേൾഡ് റെക്കോർഡാണ്. പോലീസ് അകമ്പടിയോട് കൂടിയുള്ള ആദ്യത്തെ സമാധി. ഏറ്റവും വലിയ പോലീസ് ഓഫീസർമാരും പിന്നെ കലക്ടർ വരെ ആ സമാധി സ്ഥലം സന്ദർശിച്ചു. സബ് കലക്ടറും കലക്ടറും ഒക്കെ. ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അങ്ങനെ നടത്തുകയാണെങ്കിൽ ഇത് പിന്നീട് ഈ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതിന് കുടുംബം കൂടി സമ്മതിക്കണം. അപ്പോൾ പോലീസ് ഇങ്ങനെ 7 വേൾഡ് റെക്കോർഡുകൾ കിട്ടിയ സമാധിയാണ്. അങ്ങനെ 7 വേൾഡ് റെക്കോർഡ് കിട്ടിയ സമാധി ആയതുകൊണ്ട് ഞാനൊരു അവാർഡ് കൊടുക്കുകയാണ്. ഇനിയുണ്ട് കുറേ അവാർഡുകളൊക്കെ. ഇതൊക്കെ വേൾഡ് റെക്കോർഡല്ല, എങ്കിലും അതുകൂടി ഒന്ന് പറയുകയാണ്. മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പിന് കൂടി സാധ്യതയുള്ളൊരു സമാധിയാണിത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ മുഴുവനായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത വായിക്കുന്നത്. നാഷണൽ ഹെഡ്ലൈൻസിലും നാഷണൽ ചാനലുകളിൽ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയുള്ള ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത, അല്ലെങ്കിൽ അവർ വരെ വിളിച്ചു പറഞ്ഞ ഒരു സമാധിയാണിത്. ന്യൂയോർക്ക് ടൈംസ്, പിന്നെ റഷ്യൻ വാർത്താ ഏജൻസി ടാസ്, ഇവർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സമാധി. വലിയ താമസമില്ലാതെ സമാധിയാകാൻ പോകുന്ന സ്വാമിമാരുണ്ടല്ലോ, അവർ വന്ന് അറ്റൻഡ് ചെയ്ത സമാധിയാണിത്. അവരുടെ അനുഗ്രഹത്തോടു കൂടിയുള്ള സമാധിയാണ്. ഇന്ന് ഒരുപാട് പേര് കാവ്യമൊക്കെ കൊടുത്തോണ്ട് TV ചാനലിൽ ഞാൻ കണ്ടു. വണ്ടിയിൽ തലകുനിച്ചിരുന്ന് യാത്ര ചെയ്ത സമാധി. ചടങ്ങുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്ങനെയുണ്ട്? വിക്കിപീഡിയയിൽ വന്ന ആദ്യത്തെ സമാധി. ഇനിയുണ്ട്. ആർക്കും ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചത്തിട്ടോ ചാകാതെയോ കുഴിച്ചിടാം, എന്നിട്ട് സമാധിയാണെന്ന് പറയാം. അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് ചാൻസ് കൊടുത്ത, സാധ്യത കൊടുത്ത ഒരു സമാധിയാണിത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഫീസ് അടച്ചാൽ മതി, കേരള ഗവൺമെൻറ് കൊടുക്കും. ഒരു പുതിയ തരം സമാധി കേരളത്തിന് നൽകിയ ഗോപൻ സ്വാമിക്കും ഗോപൻ സ്വാമിയുടെ മക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.